രേവതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ്. ഇത് മീനം രാശിയിൽ ഉൾപ്പെടുന്നു. ബുധനാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപൻ. ഗുരു മീനം രാശിയുടെ അധിപനാണ്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും പ്രതിഫലിക്കും. രേവതി നക്ഷത്രക്കാർ പൊതുവായ ദയയും അനുകമ്പയുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കുന്നവരും സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും. ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. മതപരമായ ചടങ്ങുകളിലും പ്രാർത്ഥനകളിലും ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും അറിവ് നേടാനുള്ള താല്പര്യവും ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. സംഗീതം, നൃത്തം, സാഹിത്യം തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകാം. ചിലപ്പോൾ ഈ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും ചെയ്യും. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ. പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. ഇവർ പൊതുവെ സത്യസന്ധരും വിശ്വസ്തരുമായിരിക്കും. സുഹൃത്തുക്കളോടും കുടുംബത്തോടും നല്ല ബന്ധം പുലർത്താൻ ഇവർ ശ്രമിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇവർക്ക് കഴിയും. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരായിരിക്കും. രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 3 ആണ്. സംഖ്യാശാസ്ത്ര പ്രകാരം നമ്പർ 3 ഗുരുവിന്റെ സ്വാധീനത്തിൽ വരുന്ന സംഖ്യയാണ്. ഗുരുജ്ഞാനം, വിവേകം, സമൃദ്ധി, ആത്മീയത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. രേവതി നക്ഷത്രക്കാർക്ക് നമ്പർ 3 എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവാഹം, ജോലിമാറ്റം, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്ക് 3, 12, 21, 30 തുടങ്ങിയ തീയതികളോ 3 എന്ന അക്കത്തിൽ വരുന്ന സമയമോ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമായി കണക്കാക്കാം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ 3 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് ഐശ്വര്യകരമാകും. ഉദാഹരണത്തിന് 3 ലക്ഷം, 3000 എന്നിങ്ങനെയോ അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളായ സംഖ്യകളോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരോ സ്വന്തം പേരോ സംഖ്യാശാസ്ത്ര പ്രകാരം 3 എന്ന അക്കത്തിലേക്ക് വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 3 ജ്ഞാനത്തെയും വിവേകത്തെയും സൂചിപ്പിക്കുന്നതിനാൽ പഠനകാര്യങ്ങളിൽ ഈ നമ്പറിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് 3 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. 3 തവണ മന്ത്രം ജപിക്കുക, 3 ദീപം തെളിയിക്കുക, 3 ദിവസത്തെ വ്രതമെടുക്കുക എന്നിങ്ങനെ. വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, മൊബൈൽ നമ്പറുകൾ തുടങ്ങിയവ തിരഞ്ഞെടുക്കുമ്പോൾ 3 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് മൊബൈൽ നമ്പറിൽ 3 എന്ന അക്കം കൂടുതൽ തവണ വരുന്നത്. രേവതി നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ചിലപ്പോൾ ഇവരുടെ അമിതമായ ദയ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വിവേകത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക. വികാരങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും. ചില രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പാദങ്ങളിലെ പ്രശ്നങ്ങൾ, ജലദോഷം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചിലപ്പോൾ ഇവർ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ആശങ്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ധ്യാനം, യോഗ തുടങ്ങിയവ ശീലമാക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ആത്മാർത്ഥത കുറവാണെന്ന് തോന്നിയേക്കാം. ഇത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കാം. അതിനാൽ എല്ലാ കാര്യങ്ങളിലും സുതാര്യത പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാം. വ്യാഴാഴ്ച തോറും വ്രതമെടുക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ഈ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ബുധന്റെ ദേവതയായ ദുർഗാദേവിയെയും ഭജിക്കാം. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അധ്യാപകർ, മുതിർന്നവർ, ആത്മീയ ഗുരുക്കന്മാർ എന്നിവരെ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ച നൽകും. വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. മഞ്ഞൾ, കടലമാവ് കൊണ്ടുള്ള പലഹാരങ്ങൾ, മഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാം. ബുധന്റെയും വ്യാഴത്തിന്റെയും മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പാദസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പാദരക്ഷകൾ ദാനം ചെയ്യുന്നത് ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ബുധന്റെ സ്വാധീനം കാരണം പച്ച നിറത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. പച്ച വസ്ത്രങ്ങൾ ധരിക്കുകയോ വീട്ടിൽ പച്ചച്ചെടികൾ വെച്ച് പരിപാലിക്കുകയോ ചെയ്യാം. തുളസി ചെടി പരിപാലിക്കുകയും അതിനെ പൂജിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യകരമാണ്. തെരുവു മൃഗങ്ങളെ സഹായിക്കുന്നതും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. രേവതി നക്ഷത്രത്തിലെ ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളും ബലങ്ങളും ഉണ്ട്. ഓരോ പാദത്തിന്റെയും അധിപഗ്രഹം മാറുന്നതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവത്തിലും ജീവിതത്തിലും വ്യത്യാസങ്ങൾ വരാം. രേവതി നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും മീനം രാശിയിലാണ് വരുന്നത്. അതിനാൽ വ്യാഴത്തിന്റെ പൊതുവായ സ്വാധീനം എല്ലാ പാദക്കാരിലും ഉണ്ടാകും. ബുധനാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപൻ. രേവതി 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളും ആത്മീയ ചിന്തകളും ഉണ്ടാകും. ഗുരുവിന്റെ സ്വാധീനം ഇവിടെ വളരെ ശക്തമാണ്. അവർക്ക് നല്ല ബുദ്ധിയും വിശാലമായ കാഴ്ചപ്പാടും ഉണ്ടാകും.
വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരും ഉയർന്ന അറിവ് നേടുന്നവരുമായിരിക്കും. ഗവേഷണം, തത്വചിന്ത, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. സത്യസന്ധതയും നീതിബോധവും ഇവരുടെ പ്രധാന സവിശേഷതകളാണ്. മറ്റുള്ളവരോട് ദയയും അനുകമ്പയും കാണിക്കുന്നവരുമായിരിക്കും. വിദേശ യാത്രകൾക്കോ ദൂരയാത്രകൾക്കോ സാധ്യതയുണ്ട്. തീർത്ഥാടനങ്ങളിലും ആത്മീയ യാത്രകളിലും താല്പര്യമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ആഴത്തിലുള്ള താല്പര്യമുണ്ടാകും. ധ്യാനം, യോഗ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ സജീവമായി പങ്കെടുക്കും. സാധാരണയായി ഉയരം കൂടിയവരും നല്ല ശരീരപ്രകൃതിയുള്ളവരുമായിരിക്കും. ചിലപ്പോൾ അമിതമായി ധാർമ്മിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് മറ്റുള്ളവരുമായി അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമായേക്കാം. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചാടാൻ ഇടയാക്കും. രേവതി 2ാം പാദത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ സ്വാധീനം കാരണം കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. പ്രായോഗികമായ ചിന്താഗതിക്കാരായിരിക്കും. ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും കൃത്യനിഷ്ഠ പാലിക്കുകയും ചെയ്യും. ജീവിതത്തിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവരും ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുന്നവരുമായിരിക്കും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും. നല്ല സംഘടനാ കഴിവുള്ളവരായിരിക്കും. നേതൃപരമായ സ്ഥാനങ്ങളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും. സമ്പത്ത് ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ ഇവർക്ക് കഴിയും. ചിലപ്പോൾ അമിതമായ ജോലിഭാരം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലുകൾക്കും സന്ധികൾക്കും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അമിതമായ ചിന്തകളും ആശങ്കകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷാദരോഗം, ഒറ്റപ്പെടൽ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സമൂഹവുമായി കൂടുതൽ ഇടപഴകുന്നത് നല്ലതാണ്. കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അമിതമായ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. രേവതി 3ാം പാദത്തിൽ ജനിച്ചവർക്ക് നൂതനമായ ചിന്തകളും സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടാകും. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. സ്വാതന്ത്ര്യബോധം കൂടുതലായിരിക്കും. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെടാത്തവരുമായിരിക്കും. വിശാലമായ സൗഹൃദ വലയമുള്ളവരായിരിക്കും. സാമൂഹിക പ്രവർത്തനങ്ങളിലും കൂട്ടായ്മകളിലും സജീവമായി പങ്കെടുക്കും. ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലും താല്പര്യമുണ്ടാകും. സാങ്കേതിക മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യരാശിയുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അമിതമായ വിമർശന മനോഭാവം മറ്റുള്ളവരുമായി അകൽച്ചയ്ക്ക് കാരണമാകും. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവണത ഒഴിവാക്കുക. ചിന്തകൾക്ക് വേഗത കൂടുതലായിരിക്കും. ചിലപ്പോൾ പ്രായോഗികമല്ലാത്ത ആശയങ്ങൾ വച്ചു പുലർത്താനും സാധ്യതയുണ്ട്. രേവതി 4ാം പാദത്തിൽ ജനിച്ചവർക്ക് വളരെ ഉയർന്ന ആത്മീയ ബോധവും ദിവ്യമായ ഉൾക്കാഴ്ചയും ഉണ്ടാകും. രേവതി നക്ഷത്രത്തിന്റെയും മീനം രാശിയുടെയും അവസാന പാദമായതിനാൽ ഇത് പൂർണ്ണതയുടെയും മോക്ഷത്തിന്റെയും പാദമായി കണക്കാക്കപ്പെടുന്നു. സംഗീതം, നൃത്തം, സാഹിത്യം, ചിത്രകല തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകും. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. നല്ല ഭാവനാശേഷിയുള്ളവരും സ്വപ്നജീവികളുമായിരിക്കും. സർഗാത്മകമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനും സേവനം ചെയ്യാനും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. നഴ്സിംഗ്, കൗൺസിലിംഗ്, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരും സത്യസന്ധരുമായിരിക്കും. സംഘർഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രായോഗികത കുറവായേക്കാം. സ്വപ്നലോകത്ത് ജീവിക്കാൻ സാധ്യതയുണ്ട്. അമിതമായ വികാരപരതയും സംവേദനക്ഷമതയും കാരണം മാനസികമായി പെട്ടെന്ന് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആളുകളെ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം.